ഉമേഷ്, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പരിശോധനയാകും നടക്കുക? പ്രത്യേകിച്ച് പ്രതികളുടെ വീടുകളിൽ ഉൾപ്പെടെ ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന്റെ വീട്ടിലടക്കം പരിശോധന തുടരുന്നുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന വൈകിയാണ് ആരംഭിച്ചത്. കാരണം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ എത്താത്തതിന് 7 മണിയോടുകൂടി ഇ ഡി അധികൃതർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയെങ്കിലും രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏകദേശം 9:30 ഉദ്യോഗസ്ഥർ എത്തിയത്. അതിനുശേഷമാണ് പരിശോധനകൾ ആരംഭിച്ചത്. 2019 മുതൽ 25 വരെയുള്ള എല്ലാ ഇടപാടുകളെക്കുറിച്ചും പരിശോധിക്കുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതരോട് ചോദിച്ചിരിക്കുന്നതും. അതായത് ഈ കാലഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന രീതിയിൽ മനഃപൂർവ്വം എഴുതി മാറ്റിയതുമായി ബന്ധപ്പെട്ട് അതിന് കാരണമായ ദേവസ്വം ബോർഡ് യോഗം, അതിന് ആരെങ്കിലും ആ യോഗത്തിലെ മിനിറ്റ്സ്, അതിനുശേഷം ഇറക്കിയ ഉത്തരവുകൾ, ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ, ഇവയെല്ലാം വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ പ്രതികൾ 21 ഇടങ്ങളിലാണ് പരിശോധന. ഈ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഈ സമീപകാലങ്ങളിൽ നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ഇടപാടുകൾ, അതായത് വിദേശ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം ബോർഡിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം ഈ പരിശോധനയുടെ ഭാഗമായി വരുന്നുണ്ട്. പ്രധാനമായി ഈ ഗൂഢാലോചന, കുറ്റകൃത്യം, ഒപ്പം ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് ശേഖരണം, ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ, ഒപ്പം ഈ ഓർഡർ ഉൾപ്പെടെയുള്ള മറ്റ് തെളിവുകൾ, ഇവയെല്ലാം ശേഖരിക്കുകയാണ്. എന്തായാലും ഈ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധന അത് ഇനിയും തുടരും. കാരണം 2019 മുതൽ 25 വരെയുള്ള രേഖകൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 25 വരെയുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ അന്വേഷണ പരിധിയിൽ ഇപ്പോൾ അല്പം നേരത്തെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ PS പ്രശാന്തിന്റെ കാലയളവ് കൂടി ഈ പരിശോധനയുടെ ഭാഗമാകുന്നു എന്നുള്ളതും നിർണായകമാണ്. പ്രഭിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.